65 ഇടങ്ങളിൽ ഹരിയാനയിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു, 19 ഇടങ്ങളിൽ BJPയും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ഹരിയാനയിൽ നിന്ന് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അർജുൻ, ഇനിയൊരു തിരിഞ്ഞു നോട്ടം കോൺഗ്രസിന് ആവശ്യമുണ്ടോ ഹരിയാനയിൽ? ഹരിയാന ഏറെക്കുറെ കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞു. അവരുടെ കയ്യിൽ ഭദ്രമാണ് ഹരിയാന. ഹരിയാനയിലെ ജനങ്ങൾ അവർക്ക് ആ സംസ്ഥാനം വച്ചു കൊടുത്തിരിക്കുന്നു കൈക്കുമ്പിളിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാനായിട്ട് സാധിക്കും. നിലവിൽ ഞാനുള്ളത് ഭൂപീന്ദർ സിംഗിയുടെ വീട്ടിലാണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ മാറി ബാങ്ക്വറ്റ് ഹോൾ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവരുടെ പാർട്ടി ഓഫീസ് ഉള്ളത്. അവിടേക്ക് പോകാൻ വേണ്ടി ഭൂപീന്ദർ സിംഗ് കൂടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ പ്രവർത്തകർ. അദ്ദേഹത്തെ വരവേൽക്കാൻ, അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഈ വീടിന് മുന്നിൽ ഒരുപാട് പ്രവർത്തകർ തടിച്ചു കൂടിയിട്ടുണ്ട്. അദ്ദേഹം പുറത്ത് വന്ന് ആഹ്ലാദാരവങ്ങൾ കൂടി ബൊക്കെയെല്ലാം കൊടുത്ത് ആ തലപ്പാവെല്ലാം വെച്ച് സ്വീകരിച്ച് അദ്ദേഹത്തെ ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തകർ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഭൂപീന്ദർ സിംഗിന്റെ മകൻ ദീപീന്ദർ ഹൂഡ MP ആണ് റോഹ്തക്കിൽ നിന്നുള്ള. അദ്ദേഹം ഇപ്പോൾ ആ പാർട്ടി ഓഫീസിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു അനൗൺസ്മെന്റ് കൂടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം, അതുപോലെ തന്നെ ആഘോഷ പരിപാടികൾ എല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നുള്ള കാര്യമാണ് ഇവർ വീണ്ടും വീണ്ടും തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അല്പനേരം കഴിഞ്ഞാൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ ഇവിടെ നിന്നും പുറപ്പെടും. അതിനുശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കും. അവിടെ അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിൽ പോയി അദ്ദേഹം ആഹ്ലാദങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇനിയൊരു തിരിച്ചുപോക്കില്ല. കൃത്യമായിട്ട് ജനങ്ങൾ കോൺഗ്രസിന്റെ കയ്യിൽ ഹരിയാനയെ വെച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പ് നമ്മൾ നേരത്തെ എക്സിറ്റ് തന്നെ പറഞ്ഞ കണക്കുകൾക്കും അപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം 70 സീറ്റായിരുന്നു. ആ 70 സീറ്റുകളിലേക്കുള്ള കുതിപ്പിലാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് എന്ന് പറയാൻ സാധിക്കും. വലിയ ആഹ്ലാദാരവങ്ങൾ BJP 24 സീറ്റിലേക്ക് ഉയരുന്നുണ്ട്. ഹരിയാനയിൽ 60-24 എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. കോൺഗ്രസ് പ്രവർത്തകർ ലക്ഷ്യം വെച്ച 70 എന്ന സംഖ്യയിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസിന് എത്താൻ കഴിയുമോ? അത് കാത്തിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ കേവല ഭൂരിപക്ഷത്തെക്കാൾ 15-ലധികം സീറ്റുകളിൽ ഇപ്പോഴും ഹരിയാനയിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. 1ാം റൗണ്ട് വോട്ടെണ്ണൽ EVM കൗണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്ത റൗണ്ടിലെ ഫലം കൂടി വന്നാൽ കുറച്ചുകൂടി വ്യക്തമായ ഫലസൂചന ഉണ്ടാകും. അതേസമയം കശ്മീർ ശരിക്കും അമ്പരപ്പിക്കുകയാണ്. കശ്മീർ താഴ്വരയിലും ജമ്മുവിലും ഒരേപോലെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന്റെ വലിയ തോതിലുള്ള മുൻതൂക്കമുണ്ട്. അവിടെ ജമ്മു BJP സമ്പൂർണ്ണമായി തൂത്തുവാരുമെന്ന പ്രതീക്ഷ എടുത്ത് വലിയ തോതിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. PDP 3ലേക്ക് കശ്മീർ താഴ്വരയിലേക്ക് വരുമ്പോൾ മാറുന്നു. അതായത് PDP ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു. ഇൽത്തിജ മുഫ്തി ലീഡ് ചെയ്യുന്നുണ്ട്. അതൊഴിച്ചാൽ PDPയെ സംബന്ധിച്ച് PDPയുടെ നഷ്ടം നാഷണൽ കോൺഫറൻസിന്റെ നേട്ടമാവുകയാണ്. നേരത്തെ മാധു പറഞ്ഞതുപോലെ BJP വിരുദ്ധ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് അവിടെ ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. PDP അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ. 38 ഇടത്താണ് കശ്മീരിൽ മാത്രം. 47 സീറ്റുകളാണ് കശ്മീരിലുള്ളത്. അവിടെ 38 ഇടത്തും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.